ഹായ് നമസ്കാരം. നിങ്ങളുടെ സ്വന്തം അളിയായി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വീടുകളിലും സ്ഥലം കുറവാണ്. സ്ഥലം കുറവുള്ളവർ നമ്മുടെ ഈ പഴയ പാത്രങ്ങൾ, അതുപോലെ തന്നെ ഡ്രമ്മുകളിൽ, ചെറിയ ബക്കറ്റ്, പിന്നെ ചെടിച്ചട്ടികളിൽ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യാം. അങ്ങനെ ഒരു കൃഷി രീതിയാണ് ഇന്ന് നിങ്ങളുടെ സ്വന്തം അളിയായി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോയാലോ? നിങ്ങൾ പഴയ പാത്രം, ബക്കറ്റ്, കന്നാസ് കൊടുക്കാനുണ്ടോ? കൊടുക്കാനല്ല, ഈ പാത്രത്തിലാണ് നമ്മളിന്ന് ചെടി നടാൻ പോകുന്നത്. ചെടിയല്ല, ഒരു നല്ലൊരു പേരത്തൈ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം അളിയെ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബാ, ഞാൻ നടുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. ആദ്യം കുറച്ച് നല്ല ഉണക്ക പുല്ലോ ചകിരിക്കുഴോ അങ്ങനെ എന്തെങ്കിലും വെക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ള ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് അളിയൻ്റെ സ്വന്തം പറമ്പിലുള്ള കുറച്ച് പുല്ലാണ്, വേണ്ട വേസ്റ്റ്. അതിന് നമുക്ക് ആദ്യം കുറച്ച് വാരിയിടാം. ഇതുപോലെ കുറച്ച് വേസ്റ്റ് പുല്ലോ വയ്ക്കുമല്ലോ എന്തെങ്കിലും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്ന കുറച്ച് ചാണകപ്പൊടിയാണ്. കണ്ടോ, നല്ല ഉണക്ക ചാണകപ്പൊടി അത്യാവശ്യം കുറച്ച് ഇട്ടു. ഇനി അല്ലെങ്കിൽ കുറച്ച് എല്ലുപൊടിയും വേപ്പും മുണ്ണാക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, അത്യാവശ്യം അത് ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണ് നമുക്കിടാം. ഒരു അരയ്ക്കുന്ന വെട്ടയാണ്. കണ്ടോ, നല്ല വളക്കൂറുള്ള മണ്ണാണ് അളിയൊക്കെ ഇടാൻ പോകുന്നത്. ഇനി ഈ പാത്രങ്ങളൊന്നും ആക്രിക്കാരനൊന്നും കൊടുക്കണ്ട. നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് തൈകൾ വാങ്ങിച്ച് വെച്ചാൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഉണ്ടാക്കി കഴിക്കാം. മണ്ണ് നിറച്ചതിന് ശേഷം ഇതുപോലെ ചെറിയൊരു കുഴി തോണ്ടുക. തായ്വാൻ പിങ്ക് എന്ന് പറയുന്നൊരു പേരെയാണ് നിങ്ങൾ അളിയെ ഡ്രമ്മിലേക്ക് നടാൻ വേണ്ടി വാങ്ങിച്ചത്. കണ്ട, ഇതിനകത്ത് കായ്കളുണ്ട്, അത്യാവശ്യം 2-3 പൂക്കളൊക്കെ ഉണ്ട്. നമ്മൾ തൈകൾ എടുക്കുമ്പോൾ എപ്പോഴും പൂക്കളും കായ്കളുള്ള തൈ തന്നെ എടുക്കണം. പക്ഷെ നമുക്ക് ഈ കവർ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൈ നടാം. തൈ വെച്ചതിന് ശേഷം കുറച്ച് ചാണകം നമുക്ക് ഇട്ട് കൊടുക്കാം. വേണ്ട, ചാണകം നല്ല ഉണക്ക ചാണകപ്പൊടി ആയിരിക്കണം. അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി. ചാണകപ്പൊടിയും വേപ്പും മുണ്ണാക്കും എല്ലുപൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ തൈ നട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി മണ്ണിട്ട് കൊടുക്കാം.